മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ യാക്കോബ് 5:9 നമുക്ക് The book of Jacob, chapter 4, verse 9. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എന്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പെറുപെറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. നാട്ടിൽ വളരെ പ്രസിദ്ധനായിരുന്നു അലക്കുകാരൻ നിബി. രാജാവ് പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിബിയുടെ സഹായമാണ് തേടിയിരുന്നത്. അലക്കുകാരന്റെ വിദഗ്ധമായ സൂത്രങ്ങൾ മൂലം പലപ്പോഴും രാജാവിന് ശത്രു രാജാക്കന്മാരിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ അയൽക്കാരനായ കുശവന് അലക്കുകാരന്റെ ഈ പ്രശസ്തി മൂലം അസൂയ വർദ്ധിച്ചു. എങ്ങനെയെങ്കിലും അലക്കുകാരനെ ഒതുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അതിനയാൾ ഒരു തന്ത്രം മെനഞ്ഞു. രാജാവിന് ഒരാനയുണ്ടായിരുന്നു. സുന്ദരി എന്ന് രാജാവ് ഓമനിച്ചു വിളിക്കുന്ന കറുകുറുമ്പിയായ ആന. ഈ ആനയെ അലക്കുകാരൻ അലക്കി വെളുപ്പിക്കുമെന്നൊരു വെളിപ്പെടുത്തലുമായി കുശവൻ രാജാവിന്റെ അടുത്തെത്തി. തിരുമണ്ടനായ രാജാവ് തൊട്ടടുത്ത നിമിഷം തന്നെ ആനയെ വെളുപ്പിക്കുവാൻ അലക്കുകാരൻ ആജ്ഞയും നൽകി. തന്റെ പദ്ധതി ശരിയായതിൽ കുശവൻ തുള്ളിച്ചാടുന്നത് അലക്കുകാരൻ കണ്ടു. തന്നോടുള്ള അസൂയ കൊണ്ട് അയാൾ ചെയ്ത വിദ്യയാണെന്ന് നിബിക്ക് മനസ്സിലായി. അവിടെ നിബി രാജാവിനെ കണ്ടുണർത്തിച്ചു, പ്രഭോ, അടിയൻ ആനയെ കുളിപ്പിച്ച് വെളുത്ത സുന്ദരിയാക്കി തരാം. പക്ഷെ ആനയ്ക്ക് കയറി നിൽക്കാൻ ഒരു മൺപാത്രം ഉണ്ടാക്കിത്തരാൻ അങ്ങ് കുശവനോട് കൽപ്പിക്കണമേ. മറ്റൊന്നും ആലോചിക്കാതെ രാജാവ് അപ്പോൾ തന്നെ മൺപാത്രം ഉണ്ടാക്കാൻ കുശവന് കൽപ്പന നൽകി. ഭയന്ന് വിറച്ച് കുശവൻ പാത്രം നിർമ്മിച്ചു. പക്ഷെ ആന ചവിട്ടുന്നതോടെ പാത്രം പൊടിയും. പിന്നെയും അടുത്ത പാത്രം. അങ്ങനെ അയാളുടെ അസൂയയും അഹങ്കാരവുമെല്ലാം പൊടിഞ്ഞു തീർന്നു. വായ്ക്കും ചെവിക്കും താഴും താക്കോലും സംഘടിപ്പിക്കും. അസൂയയ്ക്കും പരദൂഷണത്തിനുമുള്ള നല്ല ഒരു മറുപടിയാണിത് എന്ന് വാഷിംഗ്ടൺ പറയുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും